ഹലോ! നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം. നമ്മൾ അമ്മയെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വീഡിയോസ് എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ റെസിപ്പി കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന അങ്ങനെ ഒരു വീഡിയോ അല്ല. നേരെ മറിച്ച് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഫുഡ് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ചക്കപ്പുഴുക്കാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ഞാൻ അറിഞ്ഞിട്ടുള്ളത് ചക്കപ്പുഴുക്കാണ് കേട്ടോ. അപ്പം എപ്പോഴും നമുക്ക് അങ്ങനെ ചക്കപ്പഴം, ചക്ക അങ്ങനെയൊന്നും നമുക്ക് കിട്ടാറില്ലെങ്കിലും ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഫുഡ് കഴിക്കണം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കണം എന്ന ഒരു ഓർക്കുന്ന ടൈമിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു ചക്ക കിട്ടാറുണ്ട് കേട്ടോ. ഒരു ചക്ക പഴുത്തതായിട്ടായാലും പച്ചയായിട്ട് കറി വെക്കാനായിട്ടുള്ള ചക്കയായാലും നമുക്ക് കിട്ടാറുണ്ട്. നമ്മളെ നൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിലും റിലേറ്റീവ്സ് ആയിട്ടുണ്ടെങ്കിലും നമുക്കത് കൊണ്ടുതരാറുണ്ട് കേട്ടോ. നമ്മളെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടെങ്കിലും അത് കൊണ്ടുതരാറുണ്ട്. അപ്പോൾ ഇത് ചക്ക ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അന്നൊരു വീഡിയോ എടുത്തേക്കാം, എല്ലാവരും ചോദിക്കുന്നതല്ലേ, അപ്പം ഇതൊന്ന് ഷെയർ ചെയ്തേക്കാം. ഈ ഒരു ഹാപ്പിനെസ്, ഈ ചെറിയ ഹാപ്പിനെസ് ആയാലും നമുക്കതൊരു വലിയ ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പം ഇങ്ങനെ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ ചക്ക മടലിൽ നിന്ന് ചക്കകൾ ഇങ്ങനെ വേർതിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഞാനിങ്ങനെ നോക്കി നിന്നപ്പോഴത്തേനും ചക്ക മടലിൽ നിന്ന് ചക്കകൾ ഇങ്ങനെ വേർതിരിച്ച് ചക്കച്ചുളകൾ മാറ്റിയിട്ടിട്ട് പിന്നെ അത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറ്റാവുന്ന കുറച്ച് ക്ലിപ്സുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ആ വീഡിയോ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് ചക്കപ്പുഴുക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സൊക്കെ മുഖത്ത് കാണാനുണ്ട്. കൂടാതെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ച് ഡിലേ ആയിരുന്നു, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാതെ കേട്ടോ. അതിനെ എക്സ്ക്യൂസ് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേനും ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് കുറച്ച് ബിസി ആവും. പിന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം, എൻ്റെ ജോലിയുടെ കാര്യം ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ അതിൽ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്ത് വെച്ചെങ്കിൽ കൂടിയിട്ടും അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈമോ അല്ലെങ്കിൽ വേറെ പുതിയ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ടൈമോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പം ചക്ക അല്ലെങ്കിൽ ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവരെന്തായാലും വീഡിയോ കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാനല്ല, അമ്മ പറഞ്ഞതാണ്. എല്ലാവർക്കും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അപ്പോൾ ഞങ്ങൾക്കതൊരു സപ്പോർട്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടി ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഈ ചാനലിൽ കൂടെ തന്നെ ഞങ്ങൾ അറിയിക്കും. ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങളായാലും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് എന്തോ ഒരു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ചക്ക നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ഇത്രയും പോകുന്ന പീസുകളാക്കിയിട്ടാണ് പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പാർട്സ് ആയിട്ടാണ് വീഡിയോ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രം. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമൊക്കെ ഉണ്ട്. ഇതമ്മ മാങ്ങാച്ചാർ, നല്ല പഴുത്ത മാങ്ങാച്ചാർ വെച്ചിട്ടാണ്, ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് കേട്ടോ അമ്മ കഴിച്ചത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ഗീ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.